ബി പോസിറ്റീവിൽ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായുള്ളത് ലത കുര്യൻ രാജീവാണ്. സ്വാഗതം. ഞാനൊരു ചെറിയ ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ട് നമ്മുടെ ഗസ്റ്റിലേക്ക് എത്താം. ഒരുപാട് മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ എവിടെ നിന്ന് തുടങ്ങുന്നത് അറിയില്ല. പ്രൊഡ്യൂസറാണ്, അതോടൊപ്പം ഷോർട്ട് ഫിലിം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ തിരുവനന്തപുരത്ത് ലാ ഗാലറി 360 എന്നുള്ള അവിടെ അതിൻ്റെ ഓണറും ക്യൂറേറ്ററുമാണ്. ഇപ്പോൾ ലീല ബസാർ എന്നുള്ള ഒരു പുതിയ പ്രോഗ്രാമിനെ കുറിച്ച് സംസാരിക്കാനാണ് ബി പോസിറ്റീവിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. 20-ാം തീയതിയാണല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്? 20th നാളെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ ലീല ബസാർ? പേര് കേട്ടിട്ട് തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. എന്താണ് ലീല ബസാർ? ലീല ബസാർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ശരിക്കും തുടങ്ങുന്ന, എനിക്ക് കൊച്ചിലേ തൊട്ട് ആ ക്രാഫ്റ്റ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആൻഡ് ഞാനും ഒത്തിരി ചെയ്യുമായിരുന്നു കുഞ്ഞിലെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ആർട്ടിലേക്ക് കയറി. അപ്പോൾ ഫൈൻ ആർട്ടിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഏരിയ ഉണ്ട് വേ ക്രാഫ്റ്റിന് അത്രയും പ്രാധാന്യമില്ല. ആൻഡ് അറ്റ് വൺ പോയിന്റ് വെൻ ഐ വാസ് സ്റ്റഡിങ് ആർട്ട്, ക്രാഫ്റ്റ് വളരെ എന്താ പറയുന്ന ഒരു സൈഡ് ലൈൻ ചെയ്ത് ഒരു എന്താ പറയുന്ന ഒരു ക്രിയേറ്റീവ് ഏരിയ ആയിരുന്നു. ബട്ട് സ്റ്റിൽ ഞാൻ എപ്പോഴും ക്രാഫ്റ്റിനെ വളരെയധികം വില കൊടുത്തിട്ടുള്ള ഒരാളായിരുന്നു. സോ ഓവർ ടൈം ഞാൻ വിചാരിച്ചു അങ്ങനെ ഒരു ഫോറം, ക്രാഫ്റ്റ് മേക്കേഴ്സ്, അങ്ങനത്തെ ആർട്ടിസൻസ്, people who are coming from traditional backgrounds, people who are contemporary designers, അവർക്കൊക്കെ ഒരു ഫോറം കിട്ടാനായിട്ട് ഒരു സ്പേസ് ട്രിവാൻഡ്രത്ത് നമ്മൾ we need to set up a space like that. ഒത്തിരി സെയിൽസ് ഇവിടെ വരുന്നുണ്ട്, സുരഭി മറ്റൊക്കെ. They just bring things that are mass produced and put it up, and people can't discern the beautiful and the skilled and the quality product from that which is just mass produced randomly for a big consumer base. So ഇത് ശരിക്കും ലീല ബസാർ ആ ഒരു എന്താ പറയുന്നത് ഡിസേണിങ് ആയിട്ടുള്ള ആൾക്കാർക്ക്, പീപ്പിൾ ഹൂ അണ്ടർസ്റ്റാൻഡ് ആൻഡ് പീപ്പിൾ ഹൂ അപ്രീഷിയേറ്റ് ഫൈൻ ക്രാഫ്റ്റ്, അവർക്ക് വേണ്ടിയുള്ള ഒരു ചെറിയൊരു ബസാറാണ്. ഇറ്റ്സ് എ മിനി ബസാർ. ഒരു 7-8 പേരേ ഉള്ളൂ. വി ആർ സ്റ്റാർട്ടിങ് വിത്ത് ഇൻ എ സ്മോൾ വേ, and then we hope that slowly people get to know about Leela Bazaar and get confidence in Leela Bazaar. So there is a buyer base, and then there is a what do you call it, maker, designer, artisan base. So അത് രണ്ടും കൊണ്ടുവരാനായിട്ടുള്ള ഒരു ഫോറമാണ്. ഓക്കെ. അപ്പോൾ ഈ ലീല ബസാറിൽ ഒരു 7-8 പേരേ ഉള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ആ 7 പേരെ കുറിച്ച് ഞാൻ വായിച്ചപ്പോൾ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ അങ്ങനെ ആരൊക്കെയാണ് ഈ ലീല ബസാറിൽ അവരുടെ പ്രോഡക്ട്സുമായിട്ട് ചെയ്യുന്നത്? ഓക്കെ, ദർ ഇസ് Radha Gomati was the one who inspired me to do Leela Bazaar. She was always after me. She's an artist. She herself is a very well-known painter and poet. And she has been working with a group of women in Cherthala, making upcycled bags. Upcycle meaning she takes tailor waste from boutiques. Adu eduthittu she makes bags. Appo ee bags il over time പുള്ളിക്കാരത്തി വളരെ ഭംഗിയായിട്ടുള്ള ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതും കൂടാതെ വാട്ട് ഷീ ഹാസ് ഡൺ ഇസ്, ആൾക്കാർ ഇങ്ങോട്ട് അതിൻ്റെ ഒരു എന്താ പറയുന്ന ഐഡിയാസ് അയക്കുമ്പോൾ പുള്ളിക്കാരത്തി അതിനെ വെച്ച് വർക്ക് ചെയ്തിട്ട് ബാഗ്സ് ഉണ്ടാക്കും. ആൻഡ് ദെൻ ഷീ നെയിംസ് ഇറ്റ് ആഫ്റ്റർ ദം. സോ രാധയാണ് ശരിക്കും എൻ്റെ അടുത്ത് പറഞ്ഞത്, ലത എന്താ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ലാത്തത്, യു ഹാവ് എ ഗാലറി, ഫൈൻ ആർട്ട്, അതൊക്കെ ചെയ്യുന്നുണ്ട്, ഇതും കൂടെ ഒന്ന് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഈ ലീല ബസാറിൻ്റെ ഒരു ഐഡിയ തന്നെ എനിക്ക് ഓക്കെ ഐ ക്യാൻ ഡു ഇറ്റ് എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു സംഭവം വർക്ക് ചെയ്തിട്ട് സ്ലോലി ദാറ്റ്സ് ഹൗ ഇറ്റ് ടു പ്ലേസ്. ആൻഡ് സോ രാധ ഇസ് ദ ഫസ്റ്റ് what do you call it, maker or creator or designer who has come to me. ചേർത്തലയിൽ ഇങ്ങനെ ഒരു യൂണിറ്റ് ഉണ്ടായിട്ട് ഞങ്ങൾ ചേർത്തലക്കാരൊന്നും അറിഞ്ഞില്ല എന്നുള്ളതൊരു വിഷമമുള്ള കാര്യമാണ്. ഓക്കെ. അപ്പോൾ പിന്നെയും ഉണ്ടല്ലോ. യെസ്, പിന്നെ ഉള്ളത് ഇന്ദു is a conservation architect and ഇന്ദു ട്രിവാൻഡ്രത്തു നിന്നാണ്. ആൻഡ് ഇന്ദു ഭയങ്കര മിടുക്കിയാണ്. ഞാൻ എപ്പോഴും ഇന്ദുവിൻ്റെ വീട്ടിൽ പോകുമ്പോൾ ഞാൻ ഇന്ദു ചെയ്തേക്കുന്ന ആർട്ട്, ഇന്ദു ചെയ്തേക്കുന്ന ഡ്രോയിങ്സ്, ഇന്ദു എന്തെങ്കിലും ചെയ്താൽ അതിനൊരു ഫൈൻ ടച്ച് ഉണ്ട്, വെരി ക്രിയേറ്റീവ്. ആൻഡ് ഇന്ദുവിൻ്റെ ഒരു ഫോട്ടോ എന്ന് പറഞ്ഞാൽ കളർ. ഇന്ദു ഡ്രസ്സ് ചെയ്യുന്ന കണ്ടാൽ തന്നെ മഞ്ഞ ഉടുപ്പും അതിൻ്റെ കൂടെ എന്താ പറയുന്ന ടർക്കോയ്സ് ബ്ലൂ ടൈറ്റ്സും ദുപ്പട്ട അങ്ങനെയൊക്കെയാണ്. വളരെ കളർഫുള്ളാണ് ഇന്ദു എപ്പോഴും. ഷീ ഈസ് വെരി കളർഫുള്ളി ഡ്രസ്, ബട്ട് ദ കളർ ഇസ് കോർഡിനേറ്റഡ് ബ്യൂട്ടിഫുള്ളി. നമ്മളിപ്പോൾ ഒരു കളർ എടുത്താൽ, ഇപ്പോൾ ഒരു മഞ്ഞ അല്ലെങ്കിൽ ഒരു ബ്ലൂ എടുത്താൽ അത് രണ്ടും മിക്സ് ചെയ്തിട്ട് അത് മാച്ച് ചെയ്യണമെന്നില്ല. അതിൻ്റെ ഒരു ഷെയ്ഡ്സ് ഉണ്ട്. ആ ഷെയ്ഡ്സ് രണ്ടും കോർഡിനേറ്റ് ചെയ്തുള്ള അതിൻ്റെ ആ രണ്ടും മാത്രം ചേർത്തുള്ളൂ. സോ യു ക്യാൻ ടേക്ക് മോസ്റ്റ് അൺറിലേറ്റഡ് കളേഴ്സ് ആൻഡ് യു ക്യാൻ പുട്ട് ദം ടുഗെദർ
അത് രണ്ടും ഒരുമിച്ച് വരുമ്പോൾ അതിൻ്റെ ഒരു ഭംഗിയുണ്ട്. അത് ഇന്ദുവിൻ്റെ ഐ ക്വർക്കി ആയി എന്നാണ് ഇന്ദുവിൻ്റെ പ്രോഡക്റ്റ് ലൈനെ വിളിക്കുന്നത്. അപ്പോൾ അത് വെൻ യു കം ടുമോറോ ആൻഡ് സീ ഇറ്റ്, അതിൽ കാണാം ഇന്ദുവിൻ്റെ കളേഴ്സും പിന്നെ ഇന്ദുവിൻ്റെ ഒരു ക്വർക്കി ഇമാജിനേഷൻ ഉണ്ട്. ഇപ്പോൾ ഒരു ട്രേ ഇന്ദു ഉണ്ടാക്കുന്നത് ഒരു സീരീസാണ് ട്രിവാൻഡ്രം എന്ന് പറഞ്ഞിട്ട്, ട്രിവാൻഡ്രം ഭാഷ വെച്ചിട്ട് അതിൽ ഒരു ട്രേയിൽ ചായ കടി എന്ന് പറഞ്ഞ് മലയാളം അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനമാണ്. ഹോം ആക്സസറീസ് ആണ് ഈ പ്രാവശ്യം ഇന്ദു ചെയ്തേക്കുന്നത്. പിന്നെ ഇന്ദുവിൻ്റെ പുറകെ നടന്ന് ചെയ്യുന്നു പറഞ്ഞിട്ടാണ് ഫൈനലി ഇന്ദു അത് ചെയ്തു വന്നത്. ആൻഡ് അപ്പോൾ ഇന്ദു ഈസ് വൺ ഓഫ് ദം. And her products are called Quirky. I think it's the first time Indu products ഉണ്ടാക്കി ഒരു എന്താ പറയുന്ന ഒരു മാർക്കറ്റിൽ കൊണ്ടുവരുന്നത്. And I hope Indu continuous ആയിട്ട് ഇന്ദുവിന് ഓർഡേഴ്സ് വരണം, because she is so talented. And ഇന്ദു ശരിക്കും ഇപ്പോൾ ഒരു ആർക്കിടെക്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് വിത്ത് എ കമ്പനി, വിത്ത് ആർക്കിടെക്ചർ ഫേം. ആൻഡ് സോ ആ ബിസി ഷെഡ്യൂളിൻ്റെ ഇടയ്ക്കാണ് ഇന്ദു ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലേഡീസ് ആണോ ഇതിനകത്ത് കൂടുതലും നീല ബസാറിലുള്ളത്? No, actually there's a gentleman who called me. I have a friend in Oroville, Sharan എന്ന് പറഞ്ഞിട്ട്. ഷാറിനാണ് എൻ്റെ ഒരു, ഹൗ വുഡ് ഐ സേ, ഹീസ് മൈ സീക്കർ ആൻഡ് ഫൈൻഡർ. അപ്പോൾ ഈ ഷാരൻ വർക്കലെന്നാണ്, ബട്ട് ഹീ ഈസ് നൗ സെറ്റിൽഡ് ഇൻ ഓറോവിൽ. അപ്പോൾ ഷാരൻ എന്നെ ഒരു ദിവസം വിളിച്ച് പറഞ്ഞു, ലത ഒരു ഫ്രഞ്ച് മാൻ ഉണ്ട് വിൻസെൻറ്റിനൊരു ഇൻഡിജിനസ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞൊരു എന്താ പറയുന്ന ഒരു വെഞ്ചറുണ്ട്. സോ വാട്ട് വിൻസെൻറ്റ് വാണ്ടഡ് വാസ് ടു നോ ഇഫ് വി വർ വില്ലിങ് ടു സോഴ്സ് ഹാവ് ഹിസ് പ്രോഡക്ട്സ് ഓൺ. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ലത എന്താ പറയുന്ന ഓർഗാനിക് കോട്ടണിലുണ്ടാക്കിയേക്കുന്ന ഈ എന്താ പറയുന്ന ആൻഡ് നാച്ചുറൽ ഡൈറ്റ് ബോക്സർ ഷോർട്സ് ഫോർ മെൻ. അപ്പോൾ ഞാൻ പറഞ്ഞു ബോക്സർ ഷോർട്സ് ഫോർ മെൻ റിയലി? അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു യെസ്, ബോക്സർ ഷോർട്സ് ഫോർ മെൻ ആൻഡ് ദിസ്. ആൻഡ് ഐ സെഡ്, ഓ ദാറ്റ്സ് റിയലി ഫാന്റാസ്റ്റിക്, ബിക്കോസ് I know a lot of men, including people at home, who use boxer shorts only. So I said, okay, that's really good. So how expensive are they? They're quite expensive. But I said, see, the thing is that you don't buy them all the time. നമ്മൾ മേടിച്ചിട്ട് അതിനെ കെയർഫുള്ളായിട്ട് നമ്മൾ യൂസ് ചെയ്യും. പക്ഷേ ആ നാച്ചുറൽ ഡൈഡ് ഒരു ക്വാളിറ്റി ഓൺ ദ സ്കിൻ ഇസ് ഫാർ ഡിഫറെൻറ്റ് ഫ്രം ഒരു സിന്തറ്റിക്കലി പ്രൊഡ്യൂസ് സാധനം. സോ അങ്ങനെ ഞാൻ വിൻസെൻ്റ് അടുത്ത് സംസാരിച്ചു. വിൻസെൻ്റ് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഹി വാസ് വെരി എക്സൈറ്റഡ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കൊള്ളാമല്ലോ, വിൻസെൻ്റ് ഇസ് എക്സൈറ്റഡ്. സി വെൻ ഐ ആസ് പീപ്പിൾ, അവരുടെ ഒരു എക്സൈറ്റ്മെൻറ്റ് വന്നപ്പോൾ എനിക്കും അതിനൊരു പ്രചോദനമായി. എൻതൂസിയാസം, എൻതൂസിയാസം ഇസ് ദ കീ ടു എവറിത്തിങ്. എമേഴ്സൺ പറയുന്നതാണ്, എനിക്ക് അതിൻ്റെ ഫുൾ കോട്ട് എനിക്കറിയത്തില്ല, ബട്ട് ഹി സേസ് enthusiasm is the key. It is the foundation on which anything is built. And if you are enthusiastic and the people നമ്മുടെ കൂടെ ഉള്ളവർ enthusiastic ആണെങ്കിൽ പിന്നെ ഒരു സാധനം എത്ര സ്മോൾ ആണോ എത്ര ബിഗ് ആണോ അതൊരു വിജയമാവും. നമ്മളിപ്പോൾ ഈവൻ കോളേജ് ഇലക്ഷനിൽ നമ്മൾ നോക്കിയാൽ അല്ലേ, the students who are behind us, they are the ones who give us the enthusiasm. അവരുടെ enthusiasm കണ്ട് ബാക്കി ആൾക്കാർ enthusiastic ആവും, and then they definitely vote for you. You find that a group that has got an enthusiastic movement, അതാണ് ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ടുള്ള സംഭവം എൻകറേജ് ചെയ്യുന്നത്, പോസിറ്റീവായിട്ട് അട്രാക്ട് ചെയ്യുന്നത്. സോ അങ്ങനെ വിൻസെൻറ്റിൻ്റെ പ്രോഡക്റ്റ് ഉണ്ട്. ആൻഡ് ദെൻ ദെയർസ് മഞ്ജു സതീഷ്. പുള്ളിക്കാരത്തി ഒരു 8 വർഷം മുമ്പേ ടെറക്കോട്ട ജ്വല്ലറി വെച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങി. ബിക്കോസ് പുള്ളിക്കാരത്തി നമ്മളിപ്പോൾ 8 വർഷം മുമ്പ് ടെറക്കോട്ട അത്ര കോമൺ ആയിട്ട് ഇവിടെ. ശരിയാണ്. ബിക്കോസ് പുള്ളിക്കാരത്തേക്ക് ആരോ പണ്ട് ടെറക്കോട്ട ജ്വല്ലറി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആൻഡ് ഹാഡ് ഗിവൺ ഇറ്റ് ടു ഹർ. ആൻഡ് ദെൻ ഷീ റിയലൈസ് ദറ്റ് ടെറക്കോട്ട ഒന്നാണ്, പോളിമ വെച്ചുണ്ടാക്കിയേക്കുന്നത് വേറെ. അപ്പോൾ 2 പ്രോഡക്ട്സിൻ്റെ വ്യത്യാസം, one is very organic and the other is made from a plastic, synthetic base. So പിന്നെ പുള്ളിക്കാരത്തി slowly experiment ചെയ്ത് അതിൽ വർക്ക് ചെയ്ത് ഈ ഫൈൻ ബ്യൂട്ടിഫുൾ ജ്വല്ലറിയാണ് പുള്ളിക്കാരത്തി ഉണ്ടാക്കുന്നത്. ആൻഡ് ഷീ വർക്ക്സ് വിത്ത് വിമൻ. രാധയും അതുപോലെയാണ്, ഒരു വിമൻ കമ്മ്യൂണിറ്റിയുടെ കൂടെ വർക്ക് ചെയ്യുന്നത്. സെയിം തിങ് വിത്ത് വിൻസെൻറ്റ്, ഹി വർക്ക്സ് വിത്ത് എ ഗ്രൂപ്പ് ഓഫ് വിമൻ ഇൻ തമിഴ്നാടു ടു മേക്ക് ഓൾ ദീസ് his products, his indigenous industries product. This is the first in their line, indigenous industry le ee boxer shorts for men. Pinne Manjunde, she works with women from the Potter community. Appa aa community lolla ladies inde
help കൊണ്ടാണ് she makes this. And she also helps them. See, it's like a vice versa thing, you know. And then there's, Samara just joined me recently, just 2 days ago. I was looking around for somebody who would be able to provide food. ഞാൻ വായിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടത് സമാരയുടെ കാര്യമാണ്. സമാര അറിയായിരിക്കും. ദിവ്യ ആൻഡ് ഹർ മദർ മോളി മാത്യു അവർ ട്രിവാൻഡ്രത്തു നിന്നാണ്. ആൻഡ് എനിക്ക് ദിവ്യ കുഞ്ഞിലേ തൊട്ട് എനിക്കറിയാം. പക്ഷെ ഐ നെവർ ന്യൂ ദിവ്യ ബേക്ക് ചെയ്യുന്നു. ബിക്കോസ് ദിവ്യ എപ്പോഴും ഭയങ്കര ലൈവ്ലി ഒരു ഗേൾ ആണ്. നോട്ട് ദ കൈൻഡ് നമ്മൾ കിച്ചണിൽ ഇമാജിൻ ചെയ്യുന്ന ഒരാളല്ല. ആൻഡ് അപ്പോൾ ദിവ്യ എൻ്റെ അടുത്ത് പറഞ്ഞു, when her father passed away last year, her mother was very lonely because so many years they've been together. അപ്പോൾ ദിവ്യ ശരിക്കും അമ്മയെ ഒന്ന് എൻകറേജ് ചെയ്ത് എന്തെങ്കിലും ഒന്ന് ചെയ്ത് അമ്മയ്ക്കൊന്നൊരു ന്യൂ ലൈഫ്. യുനോ മോസ്റ്റ് വിമൻ ഒരു സമയം, വിമൻ മാത്രമല്ല മെൻ അവരുടെ സ്പൗസിനെ ലൂസ് ചെയ്യുമ്പോൾ ശരിക്കും ഒരു ഹാഫ് ഓഫ് ദം പോവും. യുനോ സോ ദിവ്യ ശരിക്കും ഒരു ലൈവ്ലി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയതുകൊണ്ട് പുള്ളിക്കാരത്തി അമ്മയുടെ കൂടെ നിന്ന് അമ്മയെ കൊണ്ട് അമ്മ ഇത്രയും നല്ല കേക്ക്സും ബേക്സും ഒക്കെ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ദിവ്യ അമ്മയെ എൻകറേജ് ചെയ്തു. ആൻഡ് മോളുടെ പേരിലാണ് തുടങ്ങി, ദിവ്യയുടെ മോളുടെ പേരിലാണ് സമാര കേക്ക്സ് ആൻഡ് ബേക്സ്. അപ്പൊ ഒരു 3 ജനറേഷന്റെ ഒരു പക്ഷെ ദിവ്യയുടെ മോൾ കുഞ്ഞു മോളാണ്. മേ ബി ഐ തിങ്ക് അമ്മച്ചിക്ക് സ്പാച്ചുല ആൻഡ് യുനോ എന്താ പറയുന്നത് ഹാൻഡ് മിക്സി ഒക്കെ എടുത്ത് കൊടുക്കുമായിരിക്കും. പറയാൻ പറ്റില്ല. ഓർ ഷീ മൈറ്റ് ബി ലിക്കിംഗ് ദ ബാറ്റർ, ഒന്നും പറയാൻ പറ്റില്ല. ടേസ്റ്റർ ആയിരിക്കും. സോ അങ്ങനെ അവർ ബേക്സ് ചെയ്യുന്നുണ്ട്. വെരി നൈസ്. എല്ലാം ഹോം മെയ്ഡ് സാധനങ്ങളാണ്. സോ ദേ യൂസ് ഓത്തൻറ്റിക് ബട്ടർ, കൊക്കോ പ്രോഡക്ട്സ് എല്ലാം വളരെ ഓത്തൻറ്റിക് ആണ്. നോട്ട് ദ കൈൻഡ് ദറ്റ് യു വിൽ ഫൈൻഡ്. അഗൈൻ ദിസ് ഇസ് ദ ഹോൾ ഐഡിയ. ഈ മാസ് പ്രൊഡക്ഷനിലില്ലേ, വി ടെൻ ടു കട്ട് കോർണേഴ്സ്, വി ടെൻ ടു പുട്ട് പ്രോഡക്ട്സ് ദാറ്റ് ആർ നോട്ട് ഓത്തൻറ്റിക്. ഡാൽഡ പോവും, പാമോലിൻ വരും, അങ്ങനത്തെ സാധനങ്ങളെല്ലാം അതിനകത്തിരിക്കും. ശരിക്കും നമ്മൾ ബട്ടറിൻ്റെ ഫ്ലേവർ അല്ലെ ക്രീമിൻ്റെ ഫ്ലേവർ അല്ലെ എന്താ കൊക്കോയുടെ ഫ്ലേവർ ഒന്നും വരത്തില്ല. സോ ദാറ്റ്സ് വൈ ഐ പ്രിഫർ ഹോം മെയ്ഡ് പ്രോഡക്ട്സ്. അപ്പോൾ അങ്ങനെ ഒരു ഫുഡ് മേക്കറിനെയും ഫുഡ് ഡിസൈനറിനെയും കൂടെ ഒന്ന് ഇതിൻ്റെ കൂടെ ഒന്ന് ചേർക്കാനായിട്ടായിരുന്നു പ്ലാൻ. ആൻഡ് ലാസ്റ്റ് മിനിറ്റ് ഞാൻ എത്ര പേരെ വിളിച്ചെന്നറിയാമോ? ഓൾ ഓഫ് ദം ബാക്ക് ടു 3 days. അയ്യോ 3 ദിവസം എങ്ങനെ? So I said, okay, I don't like pushing people. Like I said, this enthusiasm. അപ്പോൾ ഞാൻ ദിവ്യ സ്പ്രിങ്സിലാണ് മീറ്റ് ചെയ്തത്. അപ്പോൾ ദിവ്യയുടെ അടുത്ത് പറഞ്ഞപ്പോൾ ദിവ്യ പറഞ്ഞു, ചേച്ചി I don't know. I said, anyway, Divya, go home and think. വൈകിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, yeah, we'll do it. And the thing is that she has to source everything in just 2 days. അതിൻ്റെ ഉള്ള ഇൻഗ്രീഡിയൻസ് ആൻഡ് ദെൻ അവിടുന്ന് എന്താ പറയുന്ന പാക്ക് ചെയ്ത ആൾക്കാർക്ക് കൊടുക്കണ്ടേ. അപ്പോൾ ചിലപ്പോൾ സ്മോൾ പാക്കറ്റ്സ് ആയിരിക്കും, ബിഗ് പാക്കറ്റ്സ്. അപ്പോൾ പറയുന്നത് ട്രിവാൻഡ്രത്ത് അങ്ങനെ ഒരു ഫെസിലിറ്റി ഇല്ല. ഈവൻ ദോ വി ഹാവ് സ്റ്റെയിൻസ് അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു ഫെസിലിറ്റി ഇല്ല ടു ഗെറ്റ് നമുക്ക് വേണ്ടി ആ ഒരു എന്താ പറയുന്ന ആവശ്യത്തിനുള്ള സാധനങ്ങൾ കിട്ടാനായിട്ട്. ലൈക്ക് മേ ബി എ സ്മോൾ ബോക്സ്, എ ലിറ്റിൽ ബിഗർ ബോക്സ്, അല്ലെങ്കിൽ കപ്പ് കേക്സിനുള്ള പല സൈസിലുള്ള കപ്പ്, ദോസ് പേപ്പർ കപ്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ, ഈവൻ ഐസിങ്ങിലിടാനുള്ള സാധനം. സോ ബട്ട് ദിവ്യക്ക് അതൊന്നും പ്രശ്നമല്ലായിരുന്നു. ഷീ സെഡ് I'll manage somehow. That's enthusiasm. മനസ്സിലായോ? ദാറ്റ് വാസ് റിയലി എനർജൈസിങ് ഫോർ മീ. അപ്പോൾ ദിവ്യ is on. ആൻഡ് ദെൻ എനിക്ക് വർഷങ്ങളായിട്ട് ഒരാൾ ആൻറ്റിക്സ് തരുന്നുണ്ട്. ഐ ബീൻ കളക്ടിങ് ആൻറ്റിക്സ് ഫ്രം എ വെരി ലോങ് ടൈം. മൈ ഫാദർ വാസ് വെരി കീൻ on picking up antiques. So ഞാനും അച്ഛനും when we go driving down മാന്നാർ അങ്ങനെയൊക്കെ ഈ ചില ബ്രാസ് ഷോപ്സ് ഉണ്ടല്ലോ, വലിയ അത് തന്നെ അവിടുത്തെ ആ വലിയ വലിയ നിലവിളക്കൊക്കെ ഉണ്ട്. സോ ആൾക്കാർ വലിയ പുതിയ നിലവിളക്ക് മേടിക്കാൻ പോകട്ടെ, ഞാനും എൻ്റെ അച്ഛൻ ഈ വലിയ അണ്ടാവിൻ്റെ അകത്ത് ഈ പഴയ സാധനങ്ങൾ അവർ കൊണ്ടുവന്ന് വിൽക്കും ടു ബൈ ദ ന്യൂ വൺസ്. പണ്ട് ഐ എം ടോക്കിംഗ് അബൌട്ട് 25-30 years ago. സോ അതെടുക്കാനായിട്ട് ഞാനും എൻ്റെ അച്ഛൻ പോയി ഇതിനകത്തെല്ലാം ഇങ്ങനെ ഡിഗ് ചെയ്ത് സാധനങ്ങളൊക്കെ എടുത്ത്. അന്ന് ഇറ്റ് വാസൻ സോ എക്സ്പെൻസീവ്, ബട്ട് ദെൻ ദ ഡിഫറൻസ് ഓഫ് വാല്യൂ ഓഫ് മണി വാസ് ഡിഫറെൻറ്റ്. അപ്പോൾ നൗ വെൻ ഐ ലുക്ക് ബാക്ക് ഇറ്റ് വാസൻറ്റ് എക്സ്പെൻസീവ്, ബട്ട് ദെൻ ഇറ്റ് വാസ് എക്സ്പെൻസീവ് ഫോർ ദാറ്റ് മണി എക്സ്ചേഞ്ച്. സോ എനിവേ അങ്ങനെ പല സാധനങ്ങൾ എടുത്തെടുത്ത്. സോ ജോസ് വൺ ഡേ ജസ്റ്റ് കെയിം അപ്പോൺ ജോസ് ഒരു സാധനം പ്രിൻറ്റ് ചെയ്യാനാണ് വന്ന് ഗാലറിയിൽ പ്രിൻറ്റ് ചെയ്ത് എനിക്ക് തരാനായിട്ട്. പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, മാഡം ഇങ്ങനെ സാധനമുണ്ട്. പിന്നെ സിൻസ് ദെൻ ജോസിൻ്റെ അടിമയായി ഞാൻ. ജോസ് ആണെങ്കിൽ ബാഗും കൊണ്ട് വരും, എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ ബാഗും കൊണ്ട് വന്നിട്ട് എൻ്റെ മുമ്പേ കൊണ്ടുവന്ന് വെച്ചിട്ട് പറയും, മാഡം ഇതൊന്ന് നോക്കുമോ? സോ ഞാൻ ചെയ്യാ വാട്ട് ജോസ്. അപ്പോൾ ജോസ് എല്ലാ സാധനം എടുക്കും.
അപ്പോൾ ജോസിൻ്റെ അടുത്ത് ഞാൻ ആദ്യമേ പറയും, ജോസ് ഇതൊന്നും തുറക്കല്ലേ പ്ലീസ്, എനിക്ക് കാശില്ല ഇത് എടുക്കാൻ, ഡോണ്ട് ഡു ദിസ്. അപ്പോൾ ജോസ് അല്ലെങ്കിലും ബാഗ് തുറന്ന് എന്നെ കാണിച്ചിട്ട് പതുക്കെ he has some really beautiful things. Sometimes ഇത് ഒരു ലോട്ടായിട്ട് മേടിക്കേണ്ട ചവറും ഉണ്ടാവും, നല്ല സാധനം ഉണ്ടാവും. But you can only buy it as they give it to you, because that's when you get the deal. Otherwise, if you select your pieces, you won't get that deal, because then they'll start hiking up their prices. So ഉള്ള ചവറ എല്ലാം കൂടെ മേടിച്ചിട്ട് ഇങ്ങോട്ട് വരും. So പിന്നെ I'll just pick up a few things from there that's good. And then sometimes I'll tell him ഇതൊക്കെ നല്ലതാണ്, പക്ഷേ I can't afford it. And he's like really happy. Okay, ഇനി എനിക്കറിയാം എങ്ങോട്ടൊക്കെ ഇത് പോകണമെന്ന്. So like that I used to pick up little knickknacks from him. So then I asked Jose, I said, see, നമുക്ക് ഒരു സംഭവം which we didn't have in the mela, in this bazaar, is the presence of the traditional. And ഈ പറയുന്ന ആൻറ്റീക്സ് ഒക്കെ നമ്മുടെ ട്രഡീഷണൽ ക്രാഫ്റ്റിൽ നിന്ന് വരുന്ന സാധനങ്ങളാണ്. ആ ട്രഡീഷണൽ ക്രാഫ്റ്റ് ആവുമ്പോൾ എന്താ പറയുന്നത്, അവിടെ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. അത് നമ്മൾ ഒരു സമയത്തും ഈവൻ നൗ വി ഡോണ്ട് റെസ്പെക്റ്റ് അവർ ട്രഡീഷണൽ ക്രാഫ്റ്റ് ഓർ ആർക്കിടെക്ചർ ഓർ എനിത്തിങ്. ഇപ്പോൾ നമ്മൾ ട്രിവാൻഡ്രം തന്നെ നോക്കിയാൽ within 10 years so many beautiful buildings have gone to be replaced by high-rise apartments or whatever. അതിൻ്റെ since I've travelled in Europe, ഞാൻ അതിൻ്റെ ഒരു ബ്യൂട്ടി എനിക്കറിയാം. നമ്മൾ ശരിക്കും I was in Spain for almost 15 days in one place called Valladolid, which is actually the original capital of Spain before Madrid. അപ്പോൾ അവിടെ it's a modern city. പക്ഷേ അവിടുത്തെ ആൾക്കാർ നമ്മൾ കാണുമ്പോൾ പഴയ ബിൽഡിങ്സിൻ്റെ ഫസാഡെല്ലാം അവർ വെച്ചിട്ടുണ്ട്, ബാക്കിലേക്ക് അവർ മോഡേണൈസ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ പഴയ ബിൽഡിങ്സ് അങ്ങ് സ്ട്രെച്ച് ചെയ്ത് ബാക്കിലോട്ട് പോകുന്നുണ്ട്, പക്ഷേ അതിൻ്റെ അകത്തെ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് എല്ലാം മോഡേൺ ആണ്. AC ഉണ്ട്, പ്ലംബിംഗ് ഉണ്ട്, ഇലക്ട്രിഫിക്കേഷൻ, എല്ലാ സാധനവും മോഡേൺ ആണ്. ബട്ട് ദേ ഹാവ് റീറ്റെയിൻഡ് ദി ഓൾഡ് ബിൽഡിംഗ്. അപ്പോൾ നമ്മൾ അവരുടെ സ്ട്രീറ്റ്സിൽ കൂടെ പോകുമ്പോൾ ഈ ചെറിയ നാരോ സ്ട്രീറ്റ്സ് ആയിട്ട് തന്നെയാണ്, അവരത് മാറ്റിയിട്ടില്ല. ആൻഡ് പീപ്പിൾ ലവ് ടു വാക്ക്. അതുകൊണ്ട് ഒരു പള്ളി, 2 പബ്, പിന്നെ ഒരു പള്ളി, പിന്നെ ഒരു ഷോപ്പ്, പിന്നെ ഒരു പബ്, ഇതെല്ലാം. അപ്പോൾ അങ്ങനെ they've also converted churches into galleries, churches into big community spaces. അപ്പോൾ അങ്ങനെ ഇവിടെ നമുക്ക് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റും. അവരത് പൊളിച്ചങ്ങ് കളയും. ഈവൻ നമ്മുടെ പാളയം സോ ബ്യൂട്ടിഫുൾ. അതിനെ എന്ത് ചെയ്താലും there is this, നമ്മളിപ്പോൾ we have come so forward, advanced so much in technology. നമുക്ക് ഈസിലി ആ ഓൾഡ് ബിൽഡിങ്സും അതിൻ്റെ ഫാസാഡ് എല്ലാം എടുത്ത് നമുക്ക് ബാക്കിലേക്ക് അങ്ങ് ഇട്ടാൽ മതിയായിരുന്നു. ബിക്കോസ് അതിൻ്റെ ഒരു ടെക്നിക്കും അതിൻ്റെ എല്ലാം ഇവിടെ ഉണ്ട് നമുക്ക്. വി ക്യാൻ ഡു ഇറ്റ്. പക്ഷേ വി വോണ്ട്. എന്താണ് അടിച്ചങ്ങോട്ട് പൊളിച്ചിട്ട് അടുത്ത ഒരു ugliest thing on earth. And then I'm sorry to say the PWD has, well, I don't want to say anything else. ഇനി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാനുണ്ട്. നമ്മൾ എനിക്കൊന്ന് കുറേ പറഞ്ഞു കഴിഞ്ഞു. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. ടെറാക്കോട്ട ജ്വല്ലറി ഉണ്ട്, അതുപോലെ തന്നെ ചായക്കടി എന്നൊക്കെ എഴുതിയ ട്രേ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ കിട്ടും. അപ്പോൾ നന്നായിട്ട് ബേക്ക് ചെയ്തിട്ടുള്ള ബ്രൗണീസ്, കേക്ക്സ് എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ഇനി എന്തൊക്കെയാണ് ലീല ബസാറിൽ ഞങ്ങൾക്കായി കാത്തിരിക്കുന്നത്? വളരെ അൺയൂഷ്വൽ ആയിട്ടൊരു സാധനമാണ്. ഞാൻ ഈ ഈക്കോ ഫ്രണ്ട്ലി എന്താ പറയുന്ന ആ ഒരു ലൈനിൽ പോകുന്നതുകൊണ്ട് രാധ സജസ്റ്റ് ചെയ്താണ്. രാധയുടെ ഫ്രണ്ടാണ് ബെനിയും വൈഫും. അവർ നോൺ ടോക്സിക് പെസ്റ്റിസൈഡ്സ് ഉണ്ടാക്കുന്നുണ്ട്. ക്യാൻ യു ഇമാജിൻ? നോൺ ടോക്സിക് പെസ്റ്റിസൈഡ്സ് അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ നോൺ ടോക്സിക് പെസ്റ്റിസൈഡിൽ ഇറ്റ് കിൽസ് കോക്രോച്ചസ്, ലിസേർഡ്സ്, മസ്കീറ്റോസ്, അങ്ങനെ എല്ലാത്തിനെയും അതിനെ തീർത്ത് കളയും. പക്ഷേ നമ്മളെ ആരെയും കൊല്ലത്തില്ല. നമ്മുടെ പട്ടി, പൂച്ച അവിടെ ഇവിടെയൊക്കെ നടന്ന് നക്കിയാലും അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഇറ്റ്സ് നോൺ ടോക്സിക്. ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ് വർക്ക്സ്, ബട്ട് ഇറ്റ് വർക്ക്സ്. ഓക്കെ, ഈ ടാർഗറ്റ് ചെയ്ത് പോവാണ്. ഐ തിങ്ക് അതിനെ പ്രോഗ്രാം ചെയ്ത് വിട്ട്. അപ്പോൾ അത് ആ പ്രോഡക്റ്റ് ഉണ്ട്. ആൻഡ് ബെനിയുടെ വൈഫ് സിന്ദൂരി എന്ന് പറയുന്ന ഹെയർ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് അത് ഇറ്റ്സ് വെരി പോപ്പുലർ ഇൻ ഹർ നെയ്ബർഹുഡ്. അതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാർ അത് വളരെയധികം
യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ആൻഡ് സോ ആ ഒരു ഹെയർ ഓയിലും കൂടി ഉണ്ട്. ആൻഡ് ഐ നോ ദറ്റ് ഇക്കാലത്ത് നമ്മുടെ വെള്ളം എല്ലാം ഇങ്ങനെ എന്താ പറയുന്ന കെമിക്കൽസും അതും ഇതൊക്കെ വന്ന് വീഴുന്നുണ്ട്, ക്ലോറിൻ ആൻഡ് അതെല്ലാം ഇരിക്കുന്നതുകൊണ്ട് നമ്മുടെ ഹെയറിൻ്റെ ഒരു ക്വാളിറ്റി തന്നെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ആൻഡ് ഒത്തിരി പേർക്ക് മുടി പൊഴിച്ചില്ലല്ലേ, ഡാൻഡ്രഫ് അങ്ങനത്തെ ചെറിയ അത്രയും യുനോ സ്മോൾ ഇഷ്യൂസ് ബിഗ് ഇഷ്യൂസ് എല്ലാം ഉണ്ട്. ബട്ട് വിത്ത് ദിസ് ഓയിൽ ഐ ബിലീവ് രാധ ക്ലെയിംസ് ദറ്റ് ഇറ്റ് റിയലി helps you what do you call it, reclaim your hair. So അങ്ങനെ ആ പ്രോഡക്ട്സ് ഉണ്ട്. ആൻഡ് then there is നമുക്ക് ഇനി അറിയേണ്ടത് LOL നെ കുറിച്ചാണ്. Okay, so LOL is my line. Okay. LOL എന്ന് പറയുമ്പോൾ നമ്മൾ ചാറ്റ് ഒക്കെ ചെയ്യാൻ നേരത്തെ എപ്പോഴും I know എൻ്റെ കൊച്ചെന്ന് പറയുന്നത് അമ്മയുടെ ലോൾ. But really it's not lol, it is labor of love. And in the case of labor, see, it's the same thing. Like you say, labor pains, no? I think every mother, every woman enjoys that after it's done, not while it's happening, but after. So that labor is not really labor. It's something that while you're doing it, you don't understand, but once it's over, the joy of experiencing it, that's love. So when I'm making this, it's like a headache. I just put all these things together and I think, oh, ശരിയാവത്തില്ല, മറ്റേത് ശരിയാവത്തില്ല. പിന്നെ ഷജീല is the one, it's only because of ഷജീല എന്ന് പറയുന്ന എൻ്റെ ഫ്രണ്ടാണ്. ഷജീല lives in വിഴിഞ്ഞം. She has a tailoring unit. And ഷജീല ശരിക്കും, she's a lawyer. Her husband is a high court judge. So Shajila's passion is tailoring. So Shajila illarunengi there would be no LOL. I would never think of it because there are no tailors in Trivandrum. No tailors who would stitch things the way you want them to stitch it. എന്തെങ്കിലും see ആൾക്കാർക്ക് ഒരു പ്രോഡക്റ്റിൻ്റെ പെർഫെക്ഷൻ അറിയത്തില്ല. നമ്മൾ അതിൻ്റെ ഒരു പ്രൊഫഷണലായിട്ട് നമ്മളൊരു സാധനം ചെയ്യുന്നു പറഞ്ഞാൽ അതിനെ തീർത്തിരിക്കുന്ന ഒരു ക്വാളിറ്റി കൺട്രോൾ ഒന്നിനുമില്ല. നമ്മൾ തയ്ക്കാൻ കൊടുക്കും, അവർ പറയും മാഡം അത് അങ്ങനെ പറ്റത്തുള്ളൂ, ഇതിങ്ങനെ വെട്ടാൻ പറ്റുള്ളൂ. എല്ലാം കഴിയുമ്പോൾ ഒന്നും പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ആയതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, സത്യം കേട്ടോ. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഷബ്ജീല അങ്ങനെ ഒരു ഇതില്ല. ഒരു സാധനം കൊടുത്താൽ പറയുന്ന സമയത്ത് പറയുന്ന ദിവസത്തിൽ കിട്ടും. ആൻഡ് യു വേ യു വാണ്ട് ഇറ്റ്. മേ ബി ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷീ ഈസ് നോട്ട് ദ വൺ ഹൂ സ്റ്റിച്ചിങ്. അപ്പോൾ തയ്യക്കാർ അവർ whatever you say to them, they don't understand quality control. So but they're very enthusiastic bunch. അവിടെ പോകുമ്പോൾ തന്നെ സ്ത്രീകളാണ് ആ യൂണിറ്റിൽ. എല്ലാവരും നല്ല എപ്പോഴും ചിരിയാണ്. ഈവൻ അവരെ കൊണ്ട് രാത്രി നിറയെ തയ്പ്പിച്ചാലും അവർ കണ്ടാൽ എപ്പോഴും ഒരു ചിരിയാണ്. അഗൈൻ enthusiasm. So ഷജീല ഇല്ലായിരുന്നെങ്കിൽ there would have been no LOL. That I must tell you honestly. And ഷജീല ശരിക്കും മെൻറ്റർ ചെയ്തത് ബാബ്ര എൻലാൻഡർ എന്ന് പറഞ്ഞ ഒരു ബ്രിട്ടീഷ് ലേഡിയാണ്. And Barbara has been in the fashion industry for the last 35 years as quality controller. She lives in Kovalam. Okay. She's a good friend of mine. And ഷജീല അടുത്ത് എപ്പോഴും തുണി തയ്ക്കാൻ പോകുമായിരുന്നു. ആൻഡ് സോ ബാബ്ര ഷജീല കട്ട്സിൻ്റെയും അതിൻ്റെ ഈ ക്ലോത്ത് എങ്ങനെയാണ് ബയസി വെക്കുന്നത്, ഒരു യോക്ക് എടുക്കുമ്പോൾ എങ്ങനെയാണ് വെക്കുന്നത്, കൈ നമ്മൾ എങ്ങനെയാണ് തയ്ക്കേണ്ടത് സോ ദാറ്റ് ഇറ്റ് ഫോൾസ് പ്രോപ്പർലി, എല്ലാ സാധനവും. സോ ടു എ ലാർജ് എക്സ്റ്റെൻറ്റ് ഷീ ഹാസ് മെൻറ്റേർഡ് ഷജീല അബൌട്ട് വെസ്റ്റേൺ കട്ട്സ്. ഇന്ത്യൻ കട്ട്സ് ഒന്നും ഷജീല തോപ്പിക്കാൻ ആരുമില്ല, ബട്ട് വെസ്റ്റേൺ ക്ലോത്ത്സിൻ്റെ കാര്യത്തിൽ. സോ അങ്ങനെ ദീസ് ആർ പീപ്പിൾ ഹൂ സംഭവം എന്തോ ഒരു കണക്ഷനിൽ ദേ ഹാവ് ഹെൽപ്പ് മീ. ആൻഡ് അതിന് എനിക്ക് എപ്പോഴും അവരുടെ അടുത്ത് കടപ്പെട്ടിരിക്കുകയാണ്. I have immense gratitude to them for this. And so that's how LOL came to be. And I use the word labor of love because whatever I do, I enjoy. Even if it's a pain, even if it's, it gives me a lot of heartache, I do it. ഇപ്പോൾ എൻ്റെ ഫിലിം കൊലോൺ തന്നെ ആണെങ്കിൽ അമ്മ ഇപ്പോഴും എന്നെ ഫൊഗീവ് ചെയ്യത്തില്ല. ബിക്കോസ് അമ്മയുടെ കയ്യിൽ ഞാൻ കടം എടുത്തുണ്ടാക്കിയ പടമാണ്. ഇപ്പോഴും ആ കടം ഞാൻ തീർത്തിട്ടില്ല. ബട്ട് ദ ഫാക്ട് ദറ്റ് ഐ വാസ് ഏബിൾ ടു മേക്ക് ദ ഫിലിം റിഗാർഡ്ലെസ് ഓഫ് വാട്ട് എവർ പെയിൻസ് ഐ ഹാഡ് ടു ഗോ ത്രൂ, അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഐ ഡിഡ് ഇറ്റ്. ഐ ഡിഡ് ഇറ്റ് എന്ന് പറയുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. ആൻഡ് ഓൾസോ ദ moments when I was making the film, I've never really experienced creativity ഇത്രയും ഒരു ഹയസ്റ്റ് ലെവലിൽ. അപ്പോൾ ഞാൻ എപ്പോഴും എല്ലാവരും പറയും ഐ അണ്ടർസ്റ്റാൻഡ് വാട്ട് രാജീവ് ഫീൽസ്. പണ്ട് ഞാൻ ഹീസ് ലൈക്ക് ദാറ്റ്, ഹീസ് ക്രിയേറ്റീവ് ബിക്കോസ് ഐ എം ആർട്ടിസ്റ്റിക് മൈ സെൽഫ്. അത് ഒരു എംപത്തി ഇല്ലാതെ ഐ അണ്ടർസ്റ്റുഡ് ഇറ്റ്. ബട്ട് നൗ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഹിം 100% ആഫ്റ്റർ മേക്കിംഗ് ദ ഫിലിം. അത് സംടൈംസ് ഐ ഫീൽ ലൈക്ക് സാഹിബ് ബീബി ഓർ ഗുലാം, ഗുരുദത്തിൻ്റെ ഒരു ഫിലിം ഉണ്ട്, സാഹിബ് ബീബി ഓർ ഗുലാം. അപ്പോൾ അതിൽ സാഹിബ് ഇസ് ഓൾവേസ് ഡ്രിങ്കിങ്,
Okay, our BB ഭയങ്കര ഒരു സ്വീറ്റ് BB-ആണ്. Finally, BB also starts drinking. And I think she learns how. I've really made it into something very, how do I say, mediocre, but the film is extraordinary. But ഞാൻ അതിനെ ഒരു ചുമ്മാ ഒരു എന്താ കൗതുകത്തിന് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. Not bringing down the level of the film because it's so beautiful. But once I did what Rajeev did, I understood. അതിൻ്റെ ഒരു ecstasy, the ecstasy of making a film. So the same thing with LOL, it was an ecstasy for me because I always design my clothes and the mold the clothes. Sometimes my friends come to me and ask me, Latha, can you put this together? And with LOL, my first idea was, I have a friend who runs a, what do you call it, a boutique here. And so നമ്മുടെ ഈ ക്ലോത്ത് റോളിലല്ലേ വരുന്നത്. അപ്പോൾ ആ റോളിൻ്റെ അറ്റത്ത് ബിറ്റ്സ് വരുമല്ലോ, 40, then 60, 1 meter, 2 meters അങ്ങനെ. I thought, why not work with that? Because that's a challenge. It's a challenge for me. So, പക്ഷേ അതിനകത്ത് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ചെറിയ പീസസ് ആയിരിക്കില്ലേ ബിഡ്സ് എന്ന് തന്നെ നമ്മൾ പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ആ ഒരു ചലഞ്ച് എങ്ങനെയാണ് നേരിട്ടത്? അത് ഞാനിപ്പോൾ പറയുന്നില്ല. നാളെ വന്ന് നിങ്ങൾ come and see it and then you'll know exactly what I've done with those bits. I'm not saying they're extraordinary because ഞാൻ ഒരു ഡിസൈനർ അല്ല. I mean, in the sense, I'm not a trained designer, but I definitely have a sense for color, for pattern, for putting things together. So I use that as a challenge for me because I had to work with these bits. അപ്പോൾ 100 designs ഉണ്ടെങ്കിൽ 100 വേറെയാണ്. Design wise അല്ല, പക്ഷേ the way in which the colors, the materials, the styling has been done. യുണീക്ക് ആയിരിക്കും. സിംഗിൾ പീസേ സിംഗിൾ പീസ് ആണ് എല്ലാം. പക്ഷെ എല്ലാത്തിനെയും കാണാൻ നല്ല രസമാണ്. ഇറ്റ്സ് ഓൾ കളർഫുൾ. ഇറ്റ് വാസ് വെരി എൻഗേജിങ്. ഞാൻ ശരിക്കും ഒരു ട്രാൻസിൽ ഇരുന്നിട്ടാണ് ഞാനിതെല്ലാം ഇങ്ങനെ ഇൻസ്പയർഡ്. ഐ വോണ്ട് സേ ദേ ഓൾ ഒറിജിനൽ ഡിസൈൻസ്, ബട്ട് ദേ ആർ ഇൻസ്പയർഡ് ഫ്രം ഡിഫറെൻറ്റ് തിങ്സ് ദാറ്റ് ഐ ഹവ് സീൻ. യുനോ, ചിലപ്പോൾ ഒരാളിടുന്ന ഒരു സാധനം ഞാൻ ചിലപ്പോൾ നെക്കില്ലേ ഒന്നെന്ന് പറഞ്ഞാൽ പോയി ഫോട്ടോഗ്രാഫി. അപ്പോൾ ആ നെക്കിനെ എടുത്തിട്ടായിരിക്കും വേറെ ഒരു ഉടുപ്പിൻ്റെ കൂടെ ലൈക്ക് ഈ ബിറ്റ്സിനെ അറ്റാച്ച് ചെയ്യുന്ന പോലെയാണ് വേറെ ഡിസൈൻസ് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ എടുത്ത് അതിനെ അറ്റാച്ച് ചെയ്ത് ഒരു പുതിയൊരു സംഭവമാക്കുന്നത്. ഞാൻ സംഭവമാണെന്ന് ഞാൻ പറയുന്നില്ല, പുതിയ ഒരു എന്തായാലും ഇനിയിപ്പോൾ ഞങ്ങൾക്ക് നാളെ അറിയാൻ പറ്റുമല്ലോ. യെസ്, അതെ, ലീല ബസാറിൽ വന്നു കഴിയുമ്പോൾ. ഓക്കെ, ഇതൊരു ചോദിച്ചില്ല, ലീല ബസാർ എവിടെയാണ്? ലീല ബസാർ നാളെ 10:30 മണിക്ക്, നാളെ ദാറ്റ് ഇസ് 20, 21, 22 Friday, Thursday, Friday, Saturday at Thiruvananthapuram Women's Club. അവിടെ 10:30 മണി തൊട്ട് 8 മണി വരെ ഉണ്ട്. 8 മണി വരെ എന്ന് പറഞ്ഞാൽ ഓഫീസിലുള്ള ആൾക്കാർക്ക് വരാനായിട്ടുള്ള ഒരു ചാൻസും കൂടെ കൊടുക്കാനാണ്. സോ ബിക്കോസ് ഇത്രയും സ്മോൾ സാധനങ്ങളാണ്, എക്സ്പെൻസീവ് അല്ല. പിന്നെ ലീല ബസാറിൻ്റെ അതിനെക്കുറിച്ചാണ് വേറെ ചോദിക്കാൻ വന്നത്. ഈ പൊതുവെ പറഞ്ഞു നമുക്കിങ്ങനെ ആൻറ്റിക്സ് ഒക്കെ ആകുമ്പോഴൊക്കെ മിക്കവാറും എക്സ്പെൻസീവ് ആയിരിക്കുമല്ലോ. പിന്നെ ഈ ഹാൻഡ് മെയ്ഡ് പ്രോഡക്ട്സ്, ഹോം മെയ്ഡ് പ്രോഡക്ട്സ് ഒക്കെ കൂടുതലായിട്ട് എക്സ്പെൻസീവ് ആയിട്ടാണ് കാണാറുള്ളത്. എല്ലാം നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മാസമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യല്ല, കൂടുതൽ എഫേർട്ട് ഉണ്ട്. അപ്പം എത്രത്തോളം എക്സ്പെൻസീവ് ആണ് പ്രോഡക്ട്സ് ഒക്കെ? പ്രോഡക്ട്സ് ആർ നോട്ട് എക്സ്പെൻസീവ്. ഞങ്ങൾ ഈ കോളേജ് സ്റ്റുഡൻസ് ഒക്കെ പോക്കറ്റ് മണി ആയിട്ട് വന്നു കഴിഞ്ഞാൽ പറ്റും. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഈസിലി സാധനങ്ങൾ ബൈ ചെയ്യാൻ പറ്റും. ബിക്കോസ് ഇവിടെ ഇറ്റ്സ് ഐ ഡോണ്ട് നോ ഹൗ ടു എക്സ്പ്ലെയിൻ ദിസ്. അത് വരുന്ന ആൾക്കാരും അത് കൊടുക്കുന്ന ആൾക്കാർക്കും എൻജോയ് ചെയ്യാൻ ഒരു സ്പേസ് ആണ്. യുനോ, ഇറ്റ്സ് മോർ അബൌട്ട് ഷെയറിങ്, ഇറ്റ്സ് മോർ അബൌട്ട് ഗിവിങ് ആൻഡ് ടേക്കിങ്. യുനോ, വരുന്ന ആൾക്കാർ ടേക്ക് ചെയ്യുന്നുണ്ട്, ഈ എന്താ പറയുന്ന ഈ ഡിസൈൻ ചെയ്യുന്ന ആൾക്കാർ ദേ ഗിവിങ്. അപ്പോൾ ആ ഒരു ഗിവിങ് ആൻഡ് ടേക്കിങ്ങിൻ്റെ ഒരു ഷെയറിങ്ങിൻ്റെ ഒരു മൂമെൻ്റ് ആണ് സന്തോഷം. യെസ്, ആൻഡ് ലീല എന്ന് പറയുന്ന ഒരു സംഭവം ശരിക്കും ഐ നെവർ ടോൾഡ് യു വാട്ട് ലീല ബസാർ റിയലി ഈസ്. ഫോർ മീ ലീല ബസാർ ഈസ് അബൌട്ട് റാസ് ലീല അല്ലേ, കൃഷ്ണൻ ആൻഡ് ഹിസ് ഗോപികമാരുടെ ഒരു ലീല എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. സോ മെനി ഗോപികമാർ വർ അറ്റ് വൺ പ്ലേസ്. ഒരു സ്ഥലത്ത് അവർ ഒരുമിച്ചുണ്ടായിരുന്നപ്പോൾ ഒരു കൃഷ്ണനേ ഉള്ളൂ. ബട്ട് ഈച്ച് വൺ ഓഫ് ദം എക്സ്പീരിയൻസ്ഡ് ഹിം ആസ് ദെയർ ഓൺ. യുനോ, അവരുടെ കൂടെ മാത്രം സ്പെൻഡ് ചെയ്യുന്ന ഒരു മോമെൻ്റ് ആയിരുന്നു അവർക്ക്. So he was one person at the same time with many. So I'm a very spiritual person, and for me the experience of God is like that. For me, anything that's beautiful, anything that's good, anything that's kind, anything that's loving is God. And I like to make that, this is my life philosophy. And Leela Bazaar la kanunna adana. So anything that one is able to give completely, express completely, is one way of expressing God. And in Leela, when people come to the craft mela, they're also, so many people are there in the stalls.
but at the same time they're experiencing the beauty, you know, the enthusiasm, the joy, the pleasure of what they're seeing. എല്ലാവർക്കും ഒരേ സമയത്ത് പക്ഷേ their experience will be different. That is Leela. തീർച്ചയായും ഞാൻ ചോദിക്കാൻ പറഞ്ഞ ആ പേര് എങ്ങനെയാണ് ലീല ബസാർ എന്നുള്ളൊരു പേര് വന്നതെന്നുള്ളത്, പക്ഷെ അതിന് മുന്നേ തന്നെ അല്ല എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ വേറൊരു കാര്യം, ഇപ്പം നമ്മൾ ലീല ബസാറിനെ കുറിച്ച് ഒരുപാട് സംസാരിച്ചു. ലാ ഗാലറി 360 അതിനെക്കുറിച്ച് കൂടി നമ്മുടെ പ്രേക്ഷകർക്കായി കുറേ നാളായിട്ട് നമ്മുടെ കുറുവൻകുളത്തല്ലേ. ഓക്കെ, ലാ ഗാലറി 360 as of June 2014 closed its doors because unfortunately my lease was withdrawn, and I don't want to talk about it. It's a very painful issue. It's okay. It's very painful, but I had to give up the gallery. I was forced to give up the gallery. I don't have the gallery anymore. And ഞാനൊരു ഫൈൻ ആർട്ട് എക്സിബിഷൻ ചെയ്യണമെങ്കിൽ ഞാൻ കോംപ്രമൈസ് ചെയ്തില്ല, ഒരു കാര്യത്തിൽ ഞാൻ കോംപ്രമൈസ് ചെയ്തില്ല. സോ എനിക്ക് ഫൈൻ ആർട്ട് എക്സിബിഷൻ എനിക്ക് ചെയ്യാനുള്ള സ്പേസ് ഇല്ല. There is one space here which is Allianz, which is good, but you know, my space has been done to perfection for an art exhibition, fine art exhibition, and so angane oru space illade I am not ready to exhibit fine art anymore. Adonda doing Leela Bazaar was a continuation for me, a continuation of what I do, curating, because curating brings together the finest and the best. Whatever you have, whatever you can get, which is the best, adine vechittu cheyyunnadana curation. So you need to have an eye for things. You need to be sensitive to beautiful things or even ugly things. Sometimes the most ugliest things are extraordinary. Another example, it's not coming to mind, but beauty, like everybody says, is in the eye of the beholder. അപ്പോൾ നമുക്ക് എന്തായാലും ലീല ബസാറിൽ നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ അടുത്ത 3 ദിവസം കിട്ടും, നമുക്കും അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്നും കൂടെ പറയാമല്ലേ. വേറൊരു കാര്യം ചോദിക്കുന്നത്, ഞാൻ പ്രേക്ഷകർക്ക് ഒരുപക്ഷെ സംസാരത്തിൽ നിന്ന് മനസ്സിലായി കാണും, പ്രശസ്ത സംവിധായകൻ ശ്രീ TK രാജീവ് കുമാറിൻ്റെ ഭാര്യ കൂടിയാണ് മിസ്സസ് ലത കുര്യൻ രാജീവ്. അപ്പോൾ എങ്ങനെയാണ് രാജീവ് കുമാർ സാറിൻ്റെ ഒരു സപ്പോർട്ട്, അതേ എന്താണ് പറഞ്ഞത് ഇതിനെക്കുറിച്ച്, ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ആയിട്ട് നടക്കാൻ നേരം? രാജീവ് എന്താ പറയുന്നത്, വളരെ ഫൈൻ ഡീറ്റെയിൽസിൻ്റെ ആളാണ്. സോ സംടൈംസ് ഞാൻ മിസ് ചെയ്യുന്ന ചില കാര്യങ്ങൾ രാജീവ് ഓൾറെഡി ഒരു എന്താ പറയുന്നത് വളരെ അഡ്വാൻസ് ആയിട്ട് ചിന്തിച്ചിട്ടുണ്ട്. സോ എൻ്റെ അടുത്ത് പറയും, നീ ഇത് മറന്നോ, ഇത് നീ ചെയ്തോ, അതെങ്ങനെയാണ്. പ്ലസ് ഓൾസോ യുനോ രാജീവ് knows so many people. It's so easy for me to access people because of him. And Rajiv angane, he never uses his contacts, but sometimes he'll tell me, you know, he gives me the number and he says, you do it. See, all the time Rajiv cheyyunnathu encourages me to take the initiative to do something. Enne spoon feed cheyyilla. Okay, these are the numbers, nee vilichu nee samsarikku, nee choikku, you know. So that is, I feel that is one of the best ways to encourage a person. നമ്മളൊരാൾക്കൊരു സാധനം എപ്പോഴും ചെയ്തുകൊണ്ടിരുന്ന അവർക്കത് ചെയ്യാനുള്ള ഒരു എന്താ പറയുന്ന ചെയ്യാനുള്ള ഒരു ഊർജം കാണത്തില്ല, ഒരു മടി വരും. പിന്നെ നമ്മൾ എപ്പോഴും പുറകെ ബാക്കിലേ നോക്കിക്കൊണ്ടിരിക്കത്തുള്ളൂ, ഉണ്ടോ ഇല്ല. ബട്ട് ഇൻ രാജീവ്സ് കേസ് വാട്ട് ഹി ഹാസ് ഡൺ ഈസ് ഓൾവേസ് എൻകറേജ് മീ ടു മൂവ് ഫോർവേഡ് വിതൗട്ട് ലുക്കിംഗ് ബാക്ക്. So okay, you call, you do this, but he'll advise me, he'll say, why don't you try this, why don't you do that. So but why don't you know, അല്ലെങ്കിൽ ഞാൻ എനിക്ക് ചെയ്തു തരാമെന്ന് പറയത്തില്ല, why don't you. And that is for me the greatest encouragement, and I think it's because he knows എനിക്കത് ചെയ്യാൻ പറ്റുമെന്ന്, you know. But maybe he helps a lot of people who may not be able to do that, and I've seen that, you know. But me, he's always like, നീ ചെയ്. Okay. നമ്മുടെ സമയപരിമിതി മൂലം 1-2 കാര്യം കൂടി ചോദിച്ച് പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ലീല ബസാറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇപ്പോൾ 3 days മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഇങ്ങനത്തെ ഒരു സ്പേസ് നമുക്കിവിടെ സ്ഥിരമായിട്ട് വേണ്ടതല്ലേ? കാര്യം നമുക്ക് ഇത്രയും അധികം ഈ വളരെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ്, അത് മാത്രമല്ല എല്ലാം ഈ പറഞ്ഞ പോലെ ബെസ്റ്റ് റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചുണ്ടാക്കുന്നു, അതിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു മനസ്സും കൂടി ചേർത്ത് ഉണ്ടാക്കുന്നു. അപ്പോൾ അങ്ങനത്തെ പ്രോഡക്ട്സിന് ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു സ്പേസ് വേണ്ടേ? Permanence, no, I don't think we should get attached to anything. And and permanence വരുമ്പോഴേ what happens that അതിൻ്റെ ഒരു നോവൽറ്റി, അതിൻ്റെ ഒരു ഫ്രഷ്നെസ്, അല്ലെ അതിലോട്ടുള്ള ഒരു എന്താ പറയുന്നത് നമ്മുടെ ഒരു ഇൻട്രസ്റ്റ് പെട്ടെന്ന് പോവും.
നമുക്ക് ഇംപെർമനൻ്റ് ആയിട്ടുള്ള ഒരു സ്പേസിൽ ഇപ്പോൾ എല്ലാം 4 മാസം ചെയ്യാനുള്ള പ്ലാനാണ്. ആൻഡ് ഐ ഓക്കെ നൗ ദറ്റ് ഐ എം ഓൺ ടെലിവിഷൻ ഐ വുഡ് സേ ദറ്റ് ഐ ആസ്ക് ദ ഗവൺമെൻറ് ഓഫ് കേരള ടു ആസ്ക് പീപ്പിൾ ലൈക്ക് മീ. സി അതാണ് ഞാൻ എപ്പോഴും വിചാരിക്കുന്നത്. ദർ ആർ സ്പെഷ്യലൈസ്ഡ് പീപ്പിൾ ലൈക്ക് മീ ഇൻ ട്രിവാൻഡ്രം ഓർ വെറെവർ. നമ്മൾ ഒരിക്കലും അവർ വന്ന ഒരു കാര്യം ചോദിക്കില്ല. യുനോ I wish they would come and ask me, Latha, why don't you do craft fairs like this? Why don't you do art shows? You know, things that, or why don't you do something to beautify the city? You know, murals. Angante sambhavangal. Why did they come and ask me? Because I have a training for it. More than training, I have an insight for it. I have an eye for it. You know, I never make claims about things I can't do. But ee karyathil enike 100% confidence undu. I can do it. So I'm using this forum in fact to ask people to come and invite me to do this. Enike angane kshananam vedonnonnu alla, but come and ask me. I'm here and ready to do things. An offer aanu. It's an offer. You just come and ask me and I'll do it because I love Trivandrum. And like my friend Shalini, the filmmaker of Shalini Usha Nair, Agathinde. So she's very very dear friend of mine. Shalini eppalum parayum, Chechi, you know, we are all down with Trivandrumitis. Adoru bayangara asuvana. We can't overcome it. So that's what it is. You know, I love Trivandrum. I'm born here, though of course not raised here completely. Portha padichada. പക്ഷേ I used to hate Trivandrum. എപ്പോഴും പറയും, oh, horrible place, such a boring place, such horrible people എല്ലാം പറയുമായിരുന്നു. പക്ഷേ somehow over time I realized there's no place like Trivandrum. And I know so many people who go out of Trivandrum and come back and say, this is the best. This is like, you know, God's own country. This Trivandrum. God's own city. God's own city ആണ് Trivandrum. എനിക്ക് കൊച്ചിയിലൊന്നും പോകാൻ എനിക്ക് ഇഷ്ടമില്ല. എനിക്ക് കൊച്ചി എന്ന് പറയുമ്പോൾ എനിക്ക് വിറയൽ വരും. I love Trivandrum. Yeah, and I'd love to do things for Trivandrum. And Leela Bazaar, La Gallery 360 was not very profitable for me. But it's just to get the standards of culture and artistic activity in Trivandrum up that I've been doing this, pumping money, which I don't have, which my husband has, you know, hard-earned money. അതെല്ലാം ഇട്ടിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. But it's for Trivandrum and I'm happy. I'm really happy for whatever I've done so far. ഓക്കെ, വൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മളിപ്പം ഗവൺമെൻറ്റിനോട് ഒരു ഓഫറൊക്കെ വെച്ചു. ഇനി ഇത് മാത്രമല്ല, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ബി പോസിറ്റീവിൻ്റെ പ്രേക്ഷകരിൽ ഇതുപോലെ തന്നെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ, അവരിലേക്ക് ഈ ഒരു എൻതൂസിയാസം എത്തിയിട്ടുണ്ടെങ്കിൽ അവരെന്താണ് ചെയ്യേണ്ടത്? They can Facebook there's a page Leela Bazaar. Just get on to the Facebook page Leela Bazaar and post your information. Other Leela Bazaar ആ പേജിൽ ഇൻഫർമേഷൻ പോസ്റ്റ് ചെയ്താൽ you'll be able to get in touch with me. I would love to give you the my number, but I don't know who all are watching. So അതുകൊണ്ട് ഞാൻ നമ്പർ തരുന്നില്ല. ബട്ട് ഫേസ്ബുക്ക് ഇപ്പോൾ എല്ലാവരും ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ ലീല ബസാറിൻ്റെ ഒരു പേജ് ഉണ്ട്. ആ പേജിൽ പോയിട്ട് ഒന്ന് എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. And I'll definitely revert. അപ്പം ലീല ബസാറിന്റെ ഒരു നെക്സ്റ്റ് ഒരു സീസൺ എന്ന് പറയാം, വരുന്ന സമയത്ത് ഇവർക്കും അതിന് It'll be in April. Most probably ഈ വരുന്ന 2015 ഏപ്രിലായിരിക്കും നെക്സ്റ്റ് ലീല. അപ്പോൾ ഏപ്രിൽ അവർക്കും അതിനൊരു പാർട്ടാവാൻ സാധിക്കല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്രയും സമയം ലീല ബസാറിന്റെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചതിന് എനിക്കത് ആ ഒരു എൻതൂസിയാസം നമ്മുടെ പ്രേക്ഷകരിലേക്കൊക്കെ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞങ്ങളുടെ ഷോന്റെ പേര് തന്നെ ബി പോസിറ്റീവ് എന്നാണ്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളെ, ഒരുപാട് പോസിറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യുന്ന ഒരാളാണ് നമുക്കിത് ഗസ്റ്റ് ആയിട്ട് കിട്ടിയത്. ആ ഒരു എനർജി ഇന്ന് നമ്മുടെ പ്രേക്ഷകരിൽ ഈ ഒരു ദിവസം മുഴുവൻ നിൽക്കും എന്ന് തന്നെ വിശ്വസിക്കുകയാണ്. ഒരുപാട് നന്ദി ഇത്രയും സമയം സംസാരിച്ചത്. എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? Be positive. അപ്പോൾ എന്തായാലും ലീല ബസാർ നാളെ, മറ്റന്നാൾ, അതിൻ്റെ അടുത്ത ദിവസം 20, 21, 22 3 ദിവസം ട്രിവാൻഡ്രത്ത് കവടിയാറിൽ, നമ്മുടെ സ്വന്തം കവടിയാറിൽ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ലീല ബസാർ പോയി ആ ഒരു ബസാർ സന്ദർശിക്കുക. നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ അവിടെ ഒരു ഷെയറിംഗ് ആണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ അതെന്തായാലും എക്സ്പീരിയൻസ് ചെയ്യുക. കൊടുക്കുന്നവർക്കും വാങ്ങുന്നവർക്കും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് ഇന്നത്തെ ഈ ഒരു സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായത്. കാര്യം കൂടെ പറയട്ടെ? പറഞ്ഞോളൂ. I love you Trivandrum. ട്രിവാൻഡ്രത്ത് ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ദിവസം നിന്ന് ഞാൻ ഇവിടെ എല്ലാം ജനിച്ചെങ്കിൽ പോലും എനിക്കും ആ ഒരു ട്രിവാൻഡ്രം എന്ന് പറയുമ്പോഴത്തേക്കുള്ള ആ ഒരു ഫീലിംഗ് അത്. എന്തായാലും നമ്മുടെ സമയം വരുന്ന മൂലം ഈ ഒരു സംസാരം ഇവിടെ അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. താങ്ക് യു.